ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 26-ാമത്തെ ശ്ലോകം തൊട്ടുള്ള അർത്ഥവിചാരം അതാണ് ഇന്ന് ചെയ്യുന്നത്. 26-ാമത്തെ ശ്ലോകം നോക്കുക. ഏതാവതുക്തോ പരരാമ തന്മഹദ്ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണാവനാമം വിദധേനുകമ്പിത. ഈ ശ്ലോകത്തിൽ നാരദ മഹർഷി തൻ്റെ പൂർവജന്മ കഥ വ്യാസനോട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർവജന്മത്തിൽ മഹർഷിമാരുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ഉപദേശം കൊണ്ടും ഭഗവാനെ ആരാധിക്കാനുള്ള മാർഗം കൈവന്നു. അമ്മ മരിച്ചപ്പോൾ കൊച്ചു കുഞ്ഞായിരുന്ന ആ ശൂദ്രബാലകൻ ദാസീപുത്രൻ ലക്ഷ്യമില്ലാതെ നടന്ന് ഒരു കാട്ടിലെത്തി നദീതീരത്തിരുന്ന് അശ്വത്ഥമൂലത്തിലിരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ ധ്യാനിച്ചു. ഭഗവാന്റെ ചെറിയൊരു ദർശനത്തിൻ്റെ ഒരു രുചി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഇത്ര മാത്രമേ ഈ ജന്മത്തിൽ നിനക്ക് കിട്ടുകയുള്ളൂ എന്നും വരാനിരിക്കുന്ന ജന്മത്തിൽ നിനക്ക് എൻ്റെ മജ്ജനതാം എൻ്റെ പാർഷദത്വം നിനക്ക് ലഭിക്കുമെന്നും അതുവരെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഭഗവാന്റെ നഭോവാണി ആകാശത്തുനിന്നുണ്ടായ വാക്ക്, അശരീരി വാക്ക് ഉണ്ടായത്. ആ വാക്ക് അവിടെ വിരമിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. നഭോലിംഗം അലിംഗം ഈശ്വരം തത് മഹദ്ഭൂതം ഏതാവത് ഉക്ത്വ ഉപരരാമ അഹം ച അനുകമ്പിതഃ മഹതാം മഹീയസേ തസ്മൈ ശീർഷ്ണ അവനാമം വിദധേ. ഇവിടെ ആ ഭഗവാനെ വാക്കിന്റെ രൂപത്തിൽ തനിക്ക് പ്രത്യക്ഷമായി ഭവിച്ച ഹൃദയ സരോരുഹത്തിൽ നേരത്തെ മിന്നി മറഞ്ഞു പോയ അതേ ഭഗവാൻ തന്നെയാണ് ശബ്ദത്തിൻ്റെ രൂപത്തിൽ തനിക്ക് ആകാശത്തിൽ തൻ്റെ ശ്രവണേന്ദ്രിയങ്ങൾക്ക് ഗോചരമായത്, കേൾക്കാൻ സാധിച്ചത്. ഭഗവാന്റെ ശബ്ദവും കേൾക്കാൻ സാധിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഭഗവാൻ എങ്ങനെയുള്ള ആളായിരുന്നു? നഭോലിംഗം എന്നാണ്. നഭസി ലിംഗം മൂർത്തി യസ്യ സഹ നഭോലിംഗം. ആകാശത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ലിംഗം, അതായത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ഈശ്വര ലക്ഷണം ആയിട്ടുള്ള മൂർത്തി, ശബ്ദരൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മൂർത്തി അവിടെയാണ് തെളിഞ്ഞത് എന്നുള്ളത് കൊണ്ട് നഭോലിംഗം എന്ന് പറയുന്നു. ആകാശമാണ് വാസ്തവത്തിൽ ഭഗവാന്റെ ശരീരമായിട്ട് സങ്കല്പിക്കുന്ന നിരവധി ഉക്തികൾ വേദങ്ങളിലും കാണാൻ സാധിക്കും. ആകാശ ശരീരം ബ്രഹ്മ എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ബ്രഹ്മത്തിൻ്റെ ശരീരം ആകാശം കൊണ്ട് നിർമ്മിതമാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ ബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ ഋഷിമാരുടെ സമാധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ചില ആശയങ്ങൾ അവർ അതിഗംഭീരമായിട്ടും അവിശ്വസനീയമായ രീതിയിലും ആശ്ചര്യത്തോടു കൂടിയിട്ടും പ്രതിപാദിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള അത്ഭുതകരമായ രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഗീതയിൽ ആശ്ചര്യവത് കശ്ചിതേനം ശൃണോതി, ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം എന്നൊക്കെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ആശ്ചര്യമായിട്ടാണ് ഈ ബ്രഹ്മത്തെ കാണുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ വർണ്ണിക്കണം എന്ന് അവർക്ക് തന്നെ പിടിയില്ലാതിരിക്കുമ്പോൾ വാക്കിൻ്റെ അങ്ങേയറ്റം വരെ പോകും എന്നേ ഉള്ളൂ. അപ്പോൾ ആകാശ ശരീരം ബ്രഹ്മ എന്നുള്ള വേദത്തിൻ്റെ വാക്യത്തെയും നമ്മൾ അങ്ങനെ കാണണം. അല്ലെങ്കിൽ നഭസി ഹാർദാകാശേ ലിംഗ്യത്തെ ജ്ഞായത്തെ ഇതി നഭോലിംഗം. ആകാശത്തിൽ, അതായത് ഏതാകാശം? മുമ്പ് പറഞ്ഞ ആകാശം തന്നെ, ഹൃദയാകാശം. ഭക്തന്റെ ഹൃദയാകാശത്തിൽ ആരാണോ
ലിംഗ്യതയെ ജ്ഞായതയെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നഭോലിംഗം എന്ന് വിളിക്കുന്നു എന്നാണ്. ഇതൊക്കെ ഓരോ ഭക്തന്മാരുടെ ഓരോ ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളാണ്, മഹാത്മാക്കളുടെ വ്യാഖ്യാനമാണ്. അതെല്ലാം ശരിയാണ്. അതുപോലെ അലിംഗം, എന്താണ് അലിംഗം? സന്നിഹിതമപി ന ലിംഗ്യത്തെ ഇതി അലിംഗം. ഉണ്ട്, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ലക്ഷണങ്ങൾ കാണുന്നില്ല. എന്നാൽ ലിംഗ്യത്തെ, ലിംഗം എന്ന് വെച്ചാൽ ലക്ഷണം, ചിഹ്നം, അടയാളം എന്നാണ്. ഉള്ളതിൻ്റെ അടയാളങ്ങളൊന്നും എവിടെയും കാണിക്കുന്നില്ല. അതുകൊണ്ട് ന ലിംഗ്യതേ ഇതി അലിംഗം എന്ന് ആ ലിംഗ ശബ്ദത്തിനർത്ഥം. ഈശ്വരം എന്ന് വെച്ചാൽ എന്താണ്? ഈശ്വരം എന്ന് വെച്ചാൽ നിയന്ത, സർവനിയന്ത, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്, നിയന്താവാകുന്നത് കൊണ്ട് ഈശ്വരൻ. അപ്പോൾ നഭോലിംഗനും അലിംഗനും ഈശ്വരനും ആയിട്ടുള്ള തദ് മഹത് ഭൂതം. ഭൂതം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഭഗവാനെ ഇങ്ങനെ വലിയ ഭൂതം എന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേദങ്ങളിൽ ഭഗവാനെ മഹാഭൂതം, മഹത്ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തിൽ പറയുന്നു, തസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏതത് യദുർവേദ, യജുർവേദ, സാമവേദ, അഥർവവേദ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഛാന്തോഗ്യോപനിഷത്തിലും മറ്റും പറയുന്നുണ്ട്. ഈ മഹത്തായ ഭൂതത്തിൻ്റെ, ആ മഹാഭൂതത്തിൻ്റെ നിശ്വസിതമാണ് ഋഗ്വേദം, യജുർവേദം മുതലായ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസ പുരാണങ്ങളും ഒക്കെ. എല്ലാ ശാസ്ത്രങ്ങളും ആ മഹാഭൂതത്തിൻ്റെ, മഹത്ഭൂതത്തിൻ്റെ നിശ്വസിതമാണ്, നിശ്വാസവായുവാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഭഗവാന്റെ ആ നാമം എന്താണ്? മഹത്ഭൂതം എന്നാണ്. അതുകൊണ്ട് ഇതേപോലെ ഭഗവാന്റെ ഒരു നിശ്വസിതം, ഭഗവാന്റെ ഒരു നിശ്വാസവായു ആണ് ഇവിടെ ശബ്ദരൂപത്തിൽ ആകാശത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് ആ ഭഗവാനെ മഹത്ഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭഗവാൻ എന്ത് ചെയ്തു? ഏതാവത് ഉക്ത്വ, ഇത്രയും പറഞ്ഞിട്ട് ഉപരരാമ, പിന്നെ വിരമിച്ചു, ഒന്നും പറഞ്ഞില്ല. അവിടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉപസംഹരിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അഹംച അനുകമ്പിത, എൻ്റെ ദുഃഖം ശമിപ്പിക്കാൻ അങ്ങനെ ഒരു വാക്ക് കൊണ്ട് ഒരു ആശ്വാസം ഭഗവാൻ എനിക്ക് തന്നുവല്ലോ. അത് ഭഗവാന്റെ അനുകമ്പ തന്നെയാണ്, സഹതാപം തന്നെയാണ്, കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കി. അഹംച അനുകമ്പിത മഹതാം മഹീയസേ തസ്മൈ ശീർഷ്ണ അവനാമം വിദധേ. ഞാൻ അദ്ദേഹത്തിന് ഒരു ശിരസ്സ് കുനിച്ച് ഒരു നമസ്കാരം ചെയ്തു. എങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിച്ചു? മഹതാം മഹീയസേ, ഭഗവാന്റെ മറ്റൊരു പേരാണ് മഹതോ മഹീയാൻ, അണോരണീയാൻ, മഹതോ മഹീയാൻ. ഈ പ്രപഞ്ചത്തിൽ അണുക്കളെക്കാളും സൂക്ഷ്മസ്വരൂപിയായിട്ടും ഏറ്റവും വലുതായിരിക്കുന്ന വസ്തുക്കളിൽ വെച്ചും വലുതായിട്ടുള്ളതുമായ വസ്തുവാണ് ഭഗവാൻ. ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായിട്ടുള്ള വസ്തു ഭഗവാനാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള മഹതാം മഹീയസായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ശിരസ് കൊണ്ട് അവനാമം, നമസ്കാരം വിദധേ ചെയ്തു. അല്ലാതെ വേറെന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ഭഗവാനോട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഈ കുമാരൻ വളരെയധികം ദുഃഖിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഒരു നഭോവാണിയിലൂടെ അവൻ്റെ വരാനിരിക്കുന്ന ജന്മത്തെക്കുറിച്ചും ഈ ജന്മത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളെ അറിയിച്ചു കൊടുത്തത്. ആ ഭഗവാനോട് നന്ദിസൂചകമായിട്ട്, കൃതജ്ഞതാപൂർവകമായിട്ട് തന്നെ അനുകമ്പ കാണിച്ച ഭഗവാനോട് അദ്ദേഹം എന്ത് ചെയ്തു? നന്ദിസൂചകമായിട്ട് ഒരു നമസ്കാരം ചെയ്തു. പിന്നീട് എന്തായിരുന്നു ആ കുഞ്ഞിൻ്റെ ജീവിതം എന്ന് പറയുന്നു. എന്താണ്? നാമാന്യനന്തസ്യ ഹതത്രപ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടം സ്തുഷ്ടമനാഗതസ്പൃഹ കാലം പവീക്ഷൻ വിമദോ വിമത്സരഃ. നാമാന്യനന്തസ്യ ഹതത്രപ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടം സ്തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമദോ വിമത്സരഃ. എന്താ ചെയ്തത്? ഹതത്രപഃ അനന്തസ്യ ഗുഹ്യാനി നാമാനി പഠൻ കൃതാനി ഭദ്രാണി സ്മരൻ ഗാം പര്യടൻ തുഷ്ടമനാഃ ഗതസ്പൃഹഃ വിമദഃ വിമത്സരഃ കാലം പ്രതീക്ഷൻ അഭവം. ഹതത്രപഃ എന്നാണ്. ത്രപ ഇല്ലാതെ, ഹനിക്കപ്പെട്ട ത്രപയോട് കൂടിയവനായിട്ട്. എന്താണ് ത്രപ? ലജ്ജ വിട്ടവനായിട്ട്, ലജ്ജയെ ഉപേക്ഷിച്ചുകൊണ്ട്
അനന്തസ്യ ഗുഹ്യാനി നാമാനി പഠൻ, അനന്തനായിരിക്കുന്ന, അന്തമില്ലാത്ത, അവസാനമില്ലാത്തവനായ, അനശ്വര സത്യമായിരിക്കുന്നതായ ഭഗവാന്റെ നാമങ്ങളെ പഠിച്ചുകൊണ്ട്, നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട്. എങ്ങനെയുള്ള നാമങ്ങളെ? ഗുഹ്യാനി, ഭഗവാന്റെ നാമങ്ങൾ ഗുഹ്യമാണ്, അത് ഊഹനം ചെയ്തപ്പെട്ടതാണ്, രഹസ്യമാണ്. എന്താണ് ഭഗവാന്റെ നാമങ്ങളിലെ രഹസ്യം? ഭഗവാന്റെ നാമങ്ങളിൽ ഭഗവാന്റെ സ്വഭാവം അങ്കനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭഗവാന്റെ നാമങ്ങളിൽ ഭഗവാന്റെ ഗുണങ്ങളെ പറയപ്പെട്ടിട്ടുണ്ട്. ഭഗവാന്റെ നാമങ്ങളിൽ ഭഗവാന്റെ സ്വരൂപത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ ഹരി എന്ന് വിളിക്കുമ്പോൾ എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവൻ, എല്ലാറ്റിനെയും ഈ വിശ്വത്തിൻ്റെ അവസാനം സംഹരിക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാൻ ഹരിയാണ്. പാപങ്ങളെ ഹരിക്കുന്നവനാണ്, ദുഷ്ടാത്മാക്കളെ സംഹരിക്കുന്നവനാണ്. ഇങ്ങനെ പല അർത്ഥങ്ങൾ അതിനുണ്ട്. അതുപോലെ നാരായണ ശബ്ദത്തിന് നാരത്തിൽ അയനം ചെയ്യുന്നവനാണ്. സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ കാരണജലത്തിൽ അയനം ചെയ്യുന്നത് കൊണ്ടാണ് ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നത്. നാരം എന്ന് വെച്ചാൽ മോക്ഷം തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി അർത്ഥങ്ങൾ, ഗോവിന്ദ ശബ്ദത്തിന്റെ അർത്ഥം, വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. പശുവിനെ പാലിക്കുന്നവൻ, ഭൂമിയെ പാലിക്കുന്നവൻ, ഇന്ദ്രിയങ്ങളെ പാലിക്കുന്നവൻ, വേദങ്ങളെ, ശബ്ദത്തെ, ഇന്ദ്രിയങ്ങളെ പാലിക്കുന്നവൻ എന്നൊക്കെയുള്ള നാനാവിധമായ അർത്ഥങ്ങളുള്ളതാണ് ഗോവിന്ദ ശബ്ദം. ഇങ്ങനെ ഭഗവാന്റെ ഓരോ നാമത്തിനും ഓരോ നിഗൂഢമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഗുഹ്യങ്ങളായ ഭഗവാന്റെ നാമങ്ങളെ പഠിച്ചുകൊണ്ട് കൃതാനി ഭദ്രാണി സ്മരൻ, ഭഗവാൻ ചെയ്തതായ മംഗളകരമായ കർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ട്, ഭഗവാൻ ചെയ്തതായ നിരവധി ആയ അവതാരങ്ങളെക്കുറിച്ച് സ്മരണം ചെയ്തുകൊണ്ട്, അവതാര കഥകളെ സ്മരിച്ചുകൊണ്ട്, വീര്യകൃത്യങ്ങളെ സ്മരിച്ചുകൊണ്ട്, ഭഗവാൻ ചെയ്ത ആ ധർമ്മ സംരക്ഷണത്തെ ഓർത്തുകൊണ്ട്, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് മനോഹരങ്ങളായ ലീലകൾ ആടിയിട്ടുണ്ട് ഭഗവാൻ. ശ്രീകൃഷ്ണാവതാരത്തിലും മറ്റവതാരങ്ങളിലും ആ ലീലകളെ അനുസ്മരിച്ചുകൊണ്ടും എന്ത് ചെയ്തു? കൃതാനി ഭദ്രാണി സ്മരൻ, ഭഗവാൻ ചെയ്തു വെച്ചിട്ടുള്ള നന്മ നിറഞ്ഞതായ കാര്യങ്ങളെ സ്മരിച്ചുകൊണ്ടും, ഗാം പര്യടൻ, ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട്, തുഷ്ടമനാഹ, സ്വയം തൃപ്തിയടഞ്ഞ മനസ്സോടുകൂടിയവനായിട്ട്, ഗതസ്പൃഹ, ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചിട്ട്, വിമതഃ, വിമത്സരഃ, മതവും മാത്സര്യവും ഇല്ലായ്മ ചെയ്തുകൊണ്ട്, വിഗതമായ മതത്തോടും വിഗതമായ മത്സരത്തോടും കൂടിയവനായിട്ട്. മതമാത്സര്യങ്ങൾ ഒഴിഞ്ഞാൽ മാത്രമല്ലേ ഭഗവാൻ ഹൃദയത്തിൽ ശോഭിക്കുകയുള്ളൂ. അവ രണ്ടിനെയും ഉപേക്ഷിച്ചു. അപ്പോൾ കാമക്രോധാദി വികാരങ്ങളെയൊക്കെ തന്നെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട്, കാലം പ്രതീക്ഷൻ, കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്. ഏത് കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്? സകാലോ മേ കഥാ ഭവിഷ്യതി എത്ര തത് പാർഷദതാം യാസ്യാമീതി. ഭഗവാൻ പറഞ്ഞല്ലോ, നിനക്ക് മജ്ജനതാമസി, നിനക്ക് എൻ്റെ പാർഷദനായി തീരാനുള്ള ഭാഗ്യമുണ്ടാകും എന്ന് ഭഗവാന്റെ വാക്കുകളുണ്ടായല്ലോ. അപ്പോൾ ആ കാലം എന്ന് വരും, എന്ന് വരും, എന്നാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുക, എന്നാണ് എനിക്ക് ഭഗവാന്റെ പാർഷദനായിട്ട് ഭഗവാന്റെ കൂടെ കഴിയാൻ സാധിക്കുക. ആ കാലം എന്ന് വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, അതാണ് കാലം പ്രതീക്ഷൻ. വിമതോ വിമത്സരഃ, വിമതം, മതമില്ലാതെയും മത്സരമില്ലാതെ എന്നേക്കാൾ കേവൻ മറ്റാരുണ്ട് എന്നുള്ള ചിന്തയും അതിനനുസരിച്ചുള്ള മനോവികാരങ്ങളൊക്കെയാണ് മതമാത്സര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ലജ്ജവിട്ടവനായിട്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെ ഉരുവിടുകയും ഭഗവാന്റെ മഹത്തായ കർമ്മങ്ങളെ സ്മരിക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ, നാമം ചൊല്ലുന്ന കാര്യത്തിൽ ഒരു ത്രപ പാടില്ല, ലജ്ജ പാടില്ല. ശരീരവിസ്മൃതിയോട് കൂടിയിട്ട് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള അഹന്തയെ ത്യജിച്ചുകൊണ്ട് വേണം നാമസങ്കീർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട്. അഹന്തയെ ത്യജിക്കാത്ത ആളുകൾക്ക് നാമസങ്കീർത്തനം ചെയ്യാൻ എന്തുണ്ടാകും? സങ്കോചമുണ്ടാകും, മടിയുണ്ടാകും, ലജ്ജയുണ്ടാകും. അതാണ് ഒരു ഭക്തകവി പാടിയത്. വംഗപ്രഭുക്കളുടെ പങ്കിലമായ നാമം സങ്കോചഹീനം എവിടെയും ഇരുന്നു പാടാം, പങ്കേരുഭാക്ഷനുടെ ശങ്കരമായ നാമസങ്കീർത്തനത്തിന് അതിയായി മടി തോന്നിയിടുന്നു എന്ന് ഒട്ടുറുണ്ണിനും പോയി ഒരുപാട് പാടിയത്. നമുക്ക് നേതാക്കന്മാരുടെ ഗുണഗാനങ്ങൾ പാടാൻ, അത് തെരുവിലൂടെ മുഷ്ടി ചുരുട്ടി ആകാശത്തെ ഇടിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നേതാക്കന്മാരുടെ അവദാനങ്ങൾ പാടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സങ്കോചവുമില്ല. പക്ഷേ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പാലിച്ച് സംഹരിക്കുന്നവനായ സാക്ഷാത് ജഗദീശ്വരൻ്റെ, ജഗന്നിയന്താവിൻ്റെ നാമങ്ങളെ ചൊല്ലാനാണ് നമുക്ക് സങ്കോചം ഉണ്ടാകുന്നത്. ഞാൻ ഈ നാമസങ്കീർത്തനം ചെയ്താൽ മറ്റുള്ളവർ കേൾക്കുമോ, അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ശരീരാഭിമാനം കൊണ്ടുണ്ടാകുന്ന
അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിമാനം കൊണ്ട് ഉണ്ടാകുന്നതായ സങ്കോചം ഭക്തിയുടെ വിഷയത്തിൽ പാടില്ല. അതിന് നാരദ മഹർഷി സ്വയം മാതൃകയായിരിക്കുന്നു. നാമാന്യനന്തസ്യ ഹതത്രപഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാൻ അദ്ദേഹം തൻ്റെ കാലം, ഭഗവാൻ തന്നെ അനുഗ്രഹിക്കുന്ന ആ കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മതമത്സരങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ സന്തുഷ്ടചിത്തനായിട്ട് സഞ്ചരിച്ചു എന്നാണ്. ഒരിടത്ത് നിന്നില്ല. കാരണം ഒരിടത്ത് സ്ഥിരമായി നിന്നാൽ ആ സ്ഥാനത്തോട് വല്ല മമതയും തോന്നിയാലോ എന്ന് കരുതിയിട്ടായിരിക്കാം അദ്ദേഹം നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്നാണ്. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചിട്ട് എന്താണ് അദ്ദേഹത്തിന് പ്രയോജനമുണ്ടായത്? 28-ാമത്തെ ശ്ലോകം നോക്കൂ. ഏവം കൃഷ്ണമതേർബ്രഹ്മൻ അസക്തസ്യാമലാത്മന കാലപ്രാദുരഭൂത്കാലേ തടിത് സൗദാമിനി യഥാ. ഏവം കൃഷ്ണമതേർബ്രഹ്മൻ അസക്തസ്യാമലാത്മന കാലപ്രാദുരഭൂത്കാലേ തടിത് സൗദാമനി യഥാ. ബ്രഹ്മൻ എന്നാണ് സംബോധന. ബ്രഹ്മൻ ഏവം കൃഷ്ണമതേഹേ അസക്തസ്യ അമലാത്മനഃ കാലേ കാലഹ സൗദാമിനി തടിത് യഥാ പ്രാദുരഭൂത്. ഇവിടെ കാലശബ്ദത്തെ 2 തവണ പ്രയോഗിച്ചിരിക്കുന്നു. കാലേ എന്ന് വെച്ചാൽ കാലത്ത്, അവസരം വന്നപ്പോൾ, സമയം വന്നപ്പോൾ അന്വയിക്കാം. ഏവം കൃഷ്ണമതേഹേ അസക്തസ്യ അമലാത്മനഃ. കൃഷ്ണമതേഹേ, കൃഷ്ണനെ തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുന്നവനായ കൃഷ്ണമതി ആയിരിക്കുന്ന അസക്തസ്യ, ഒന്നിനോടും സംഘമില്ലാതെ എല്ലാറ്റിനോടുമുള്ള സംഘം ഉപേക്ഷിച്ചവനായ എനിക്ക്, അമലാത്മനഃ, അതിലൂടെ ആത്മാവിനെ, മനസ്സിനെ പവിത്രമാക്കി തീർത്ത, വിമലമാക്കി തീർത്തിരിക്കുന്ന എനിക്ക്, കാലേ സ്വാവസരേ, തൻ്റെ അവസരം വന്നപ്പോൾ. ഏതാണ് തൻ്റെ അവസരം? തത് കൃപാവസരേ എന്ന് വംശീധര സ്വാമികൾ പറയുന്നു. ഭഗവാന്റെ കൃപ എപ്പോഴാണോ തനിക്ക് വരുന്നത് അതാണ് തൻ്റെ കാലം, നല്ല കാലം. ഭഗവാന്റെ കൃപയാണ് നമ്മുടെ നല്ല കാലം, അല്ലാതെ നമ്മൾ തീരുമാനിക്കുന്നതല്ല നമ്മുടെ നല്ല കാലം. ഭഗവാൻ തീരുമാനിക്കും, ഭഗവാന്റെ കൃപ നമ്മളിൽ ഉണ്ടാകും. അതാണ് കാലേ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിച്ചു? കാലഹ സൗദാമിനി തടിത് യഥാ പ്രാദുരഭൂത്. കാലം വന്നു. ഏത് കാലം? മൃത്യു എന്നാണ്. ആ സമയമായപ്പോൾ മൃത്യുദേവൻ വന്നു ചേർന്നു. പ്രാദുരഭൂത്, പ്രത്യക്ഷമായി. മരണം തൻ്റെ മുന്നിൽ വന്നു എന്ന് വെച്ചാൽ മരിച്ചു എന്ന് തന്നെയാണ്. മരണകാലം വന്നു. മരണം തൻ്റെ മുന്നിൽ യാതൊരു ഭയവും ഇല്ലാതെ, ഭയം ഉണ്ടാക്കാതെ വന്നു. എനിക്ക് മരണത്തിൽ ഭയം തോന്നിയില്ല. കാരണം ഈ മരണം തൻ്റെ മോചനമാണ്. മരണത്തോടുകൂടി തനിക്ക് മോചനം ഉണ്ടാവുകയാണ്. ഭഗവാന്റെ പാർഷദത്വം കിട്ടുകയാണ്. ഭഗവാനെ നിരന്തരമായി സേവിക്കാനുള്ള അവസരം കിട്ടുകയാണ് എന്നുള്ള ബോധം നമ്മളിൽ ഭയം ഉണ്ടാക്കുന്നില്ല എന്നാണ് നാരദ മഹർഷി ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ അവസരം വന്നപ്പോൾ തൻ്റെ ആ മൃത്യു കൺമുന്നിൽ വന്നു ചേർന്നു. എങ്ങനെ വന്നു? സൗദാമിനി തടിത് യഥാ. സൗദാമിനി എന്ന് വെച്ചാൽ എന്താണ്? മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുണ്ടാകുന്ന മിന്നൽ പിണരാണ്. മിന്നൽ പിണര്, ഇടി വെട്ടുന്ന സമയത്ത് എങ്ങനെയാണോ മിന്നൽ പിണരുണ്ടാകുന്നത് അതുപോലെ അതിവേഗത്തിൽ എന്ന്, അല്ലെങ്കിൽ അത്ര സ്പഷ്ടമായിട്ട് വന്നു എന്നാണ്. ആ മരണത്തിൻ്റെ സ്പഷ്ടതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സൗദാമിനി തടിത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. സുദാമ എന്ന് പറയുന്ന ഒരു സ്ഫടിക പർവ്വതം ഉണ്ട് എന്ന് ആണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. സുദാമ നാമ കശ്ചിത് സ്ഫടിക പർവ്വത സ്ഫടികാദിമയ പർവ്വത പ്രാന്തഭവാ ഹി വിദ്യുത് അതിസ്ഫുടാ ഭവതി തദ്വത് ഇത്യർത്ഥ എന്ന് ശ്രീധരാചാര്യരും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്ഫടിക പർവ്വതത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഇടിവെട്ട് അല്ലെങ്കിൽ മിന്നലൊക്കെ തന്നെ വളരെയധികം സ്പഷ്ടതയുള്ളതായിരിക്കും. ഒരുപക്ഷെ ഈ സ്ഫടികത്തിൽ തട്ടി പ്രതിബിംബിക്കുമ്പോൾ ഈ മിന്നൽ പിണർ കൂടുതൽ സ്പഷ്ടമാകുമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ തടി സൗദാമനി യഥ എന്നൊക്കെയുള്ള ഭാഗവതത്തെ മറ്റു പ്രയോഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ സുദാമ എന്ന സ്ഫടിക പർവ്വതത്തിൻ്റെ മുകളിലുള്ള മിന്നൽ പിണര് പോലെ വളരെ വ്യക്തമായി, സ്പഷ്ടമായി എൻ്റെ മുന്നിൽ മരണം വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. ആ മരണമാണ് ഞാൻ കാത്തിരുന്നത് എന്നുകൂടി ഇവിടെ നാരദ മഹർഷിയുടെ സൂചനയാണ്, ധ്വനിയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? 29-ാമത്തെ ശ്ലോകം നോക്കുക. പ്രയുജ്യമാനേ മയി താം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ ജ്ഞപതത്പാഞ്ച ഭൗതിക. പ്രയുജ്യമാനേ
മയി താം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ നപതത്താഞ്ച ഭൗതിക. മയി ശുദ്ധാം ഭാഗവതീം താം തനും പ്രയുജ്യമാനേ ആരബ്ധകർമ്മ നിർവാണ പാഞ്ചഭൗതിക ന്യപതത്. മരിച്ചു എന്നുള്ളതിനെ വളരെ ആലങ്കാരികമായിട്ടും ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടും മരണത്തെ വിലയിരുത്തുന്ന ഇത്ര മനോഹരമായ ശ്ലോകം വളരെ ദുർലഭമായിരിക്കും. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നാരദ മഹർഷി പറയുന്നു, ഇതൊരു മരണമാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. മയി ശുദ്ധാം ഭാഗവതീം തനും താം തനും പ്രയുജ്യമാനേ. മയി എന്നിൽ ശുദ്ധാം ശുദ്ധമായ ഭാഗവതീം താം തനും ഭാഗവതീ ശരീരം, ഭാഗവത ശരീരം, ഭക്തന്റെ ശരീരം, ഭഗവത് പാരഷതന്റെ ശരീരം എന്നിൽ പ്രയോഗിക്കപ്പെടുന്ന ആ കാലത്ത്, അതായത് എൻ്റെ ഈ സ്ഥൂലമായ ശരീരം, എൻ്റെ ഈ പാഞ്ചഭൗതികമായ ശരീരം അവിടെ ജീർണിച്ച് അല്ലെങ്കിൽ രോഗം വന്ന് അല്ലെങ്കിൽ വാർദ്ധക്യം വന്നിട്ടോ മറ്റോ അവിടെ മരിച്ച് വീഴുന്ന ആ സന്ദർഭം ഏതായിരുന്നു? എനിക്ക് ദിവ്യമായ ഒരു ശരീരം കിട്ടാൻ പോവുകയാണ്, എനിക്ക് ഭഗവാന്റെ പാർഷദന്റെ ശരീരം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുവർണ അവസരം എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. ആ അവസരം വന്നപ്പോൾ ആരബ്ധകർമ്മ നിർവാണ, എന്താണ് ആരബ്ധകർമ്മ നിർവാണ? ഈ നശിക്കുന്ന ശരീരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആ ശരീരം വാസ്തവത്തിൽ പ്രാരബ്ധ കർമ്മങ്ങളെ അനുഭവിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ ശരീരമായിരുന്നു. നമ്മുടെയൊക്കെ ശരീരം പ്രാരബ്ധ കർമ്മങ്ങളെ, മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ മനുഷ്യ ശരീരം എടുത്ത് ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ശരീരം എടുക്കേണ്ടി വരികയില്ല. അതാണ് ആരബ്ധ കർമ്മ നിർവാണ. ആരബ്ധ കർമ്മണാം നിർവാണോ എത്ര സ ആരബ്ധ കർമ്മ നിർവാണ. അപ്പൊ ആ ശരീരത്തെക്കുറിച്ചാണ് ആരബ്ധ കർമ്മ നിർവാണ. യാതൊന്നിലാണോ പ്രാരബ്ധ കർമ്മങ്ങളുടെ നിർവ്വാണം, ആ പര്യവസാനം ഉള്ളത്, അതാണ് ആരബ്ധ കർമ്മ നിർവാണ ശരീര. അങ്ങനെയുള്ള ആ ശരീരത്തിന് എന്ത് സംഭവിച്ചു? അത് പാഞ്ചഭൗതികമാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ടത് പാഞ്ചഭൗതികമാണ്. ന്യപതത്, നിശേഷമായി പതിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ ചേതന നഷ്ടപ്പെട്ടു, മരിച്ചു. ആ സ്ഥൂല ശരീരം മണ്ണോട് മണ്ണായി ലയിച്ചു ചേർന്നു, അല്ലെങ്കിൽ അത് അഗ്നി എടുത്തു കൊണ്ടുപോയി സ്ഥൂല ശരീരം അങ്ങനെ ഇല്ലാതെയായി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇനി വരാൻ പോകുന്നത് എന്താണ്? ശുദ്ധമായ ഭാഗവതീ തനു, ശുദ്ധമായ ഭാഗവത ശരീരം, ഭക്തന്റെ ശരീരം, ഭഗവത് പാർഷദന്റെ ശരീരം ഭഗവാൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നേടാൻ വേണ്ടിയിട്ട് ഈ പ്രാരബ്ധങ്ങൾ ഈ ജീവിതത്തോടു കൂടി അവസാനിച്ചു. അപ്പോൾ പ്രാരബ്ധങ്ങൾ അവസാനിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാരദ മഹർഷിക്ക് വീണ്ടും ശരീരം കിട്ടിയത്? വീണ്ടും അതും പ്രാരബ്ധം തന്നെയല്ലേ എന്നാണെങ്കിൽ പിന്നീടുണ്ടായത് പാർഷദകർമ്മണാം അകർമാരബ്ധത്വം ശുദ്ധത്വം നിത്യത്വം ഇത്യാദി സൂചിതം ഭവതി എന്ന് ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നു. ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞ ഭാഗവതത്തിൻ്റെ പരമപ്രമാണമാണ്. ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തെ പോലെ ആധികാരികമായിട്ട് മറ്റൊരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ തന്നെ പ്രമാണമായിട്ട് എടുക്കാം. പാർഷദകർമ്മണാം അകർമ്മ ആരബ്ധത്വം. പാർഷദകർമ്മം എന്ന് പറയുന്നത് പ്രാരബ്ധങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതല്ല, അത് ശുദ്ധത്വമാണ്, നിത്യത്വമാണ്. ആ ശരീരം നിത്യശരീരമാണ്, ശുദ്ധ ശരീരമാണ്, ഭഗവാന്റെ തന്നെ ശരീരമാണ്, ദിവ്യ ശരീരമാണ്. അത് നമ്മളെപ്പോലെയുള്ള പാഞ്ചഭൗതിക ശരീരമല്ല. അപ്പോൾ നാരദ മഹർഷിയുടെയും നാരദനെ പോലെയുള്ള മറ്റ് വിഷ്ണു പാർഷദന്മാരുടെയും ശരീരം നമ്മളെപ്പോലെ പാഞ്ചഭൗതികമല്ല, പ്രാരബ്ധ കർമ്മവശാലുണ്ടായ ശരീരവുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നാരദ മഹർഷിക്ക് പിന്നീട് ലഭിച്ചത് എന്നർത്ഥം. എന്നിട്ട് ഈ സ്ഥൂല ശരീരം വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ അദ്ദേഹത്തിന് സംഭവിച്ചു. 30-ാമത്തെ ശ്ലോകം നോക്കൂ. കൽപ്പാന്ത ഇതമാദായ ശയാനേംഭസ്യുതന്വത ശിശൈഷോരനുപ്രാണം വിവിശേന്തരഹം വിഭോ. കൽപ്പാന്ത ഇതമാദായ ശയാനേംഭസ്യുതന്വത ശിശൈഷോരനുപ്രാണം വിവിശേന്തരഹം വിഭോ. എവിടെയാണ് ചെന്നത് എന്നാണ്. തൻ്റെ ആ ജീവചൈതന്യം എങ്ങോട്ട് പോയി? കൽപ്പാന്തേ ഇതം ആദായ ഉദന്വതഃ അംഭസി ശയാനേ ശിശൈഷോഹോ വിഭോഹോ അനുപ്രാണം അന്തഃ അഹം വിവിശേ. ഞാൻ എവിടെ പ്രവേശിച്ചു? കൽപ്പാന്തേ ഇതം ആദായ, കൽപ്പാന്തത്തിൽ, കൽപ്പത്തിൻ്റെ അവസാനം,
14 മന്വന്തരങ്ങൾ ചേരുമ്പോഴാണ് ഒരു കൽപ്പം ഉണ്ടാകുന്നത് എന്ന് മുമ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു കൽപ്പം കഴിഞ്ഞപ്പോൾ ഞാൻ ദാസീപുത്രനായിട്ട് ജീവിച്ച ആ കൽപ്പം ഞാൻ അങ്ങനെ പിന്നിട്ടു. ആ കൽപ്പാവസാനത്തിൽ എന്ത് സംഭവിച്ചു? ഇതം ആദായ ഉദന്വതഃ അംഭസി ശയാനെ. ഇതം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും ആദായ എടുത്തിട്ട് സ്വീകരിച്ചിട്ട് ഉദന്വതഃ അംഭസി സമുദ്രത്തിൻ്റെ ജലത്തിൽ, കാരണസമുദ്രത്തിൻ്റെ ജലത്തിൽ ശയാനെ കിടക്കുന്നവനായ ആര്? മഹാവിഷ്ണു ഭഗവാൻ. ശയാനെ എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്തമിയിലായതുകൊണ്ട് മഹാവിഷ്ണു ഭഗവാനിൽ. ശിശൈഷോഹോ വിഭോഹോ, ആ ഭഗവാനിൽ ശയിക്കാൻ ആഗ്രഹിക്കുന്നവനായ വിഭുവിൻ്റെ എന്നാണ്. അതാരാണ്? മഹാവിഷ്ണു എന്ന് പറയുന്ന ആ സമുദ്രജലത്തിൽ, പാലാഴിയിൽ, ആ കൽപ്പാന്ത്യത്തിൽ നിദ്രയിലേക്ക് അങ്ങനെ വഴുതി വീഴുന്നവനായ ആ വിഷ്ണുവിലേക്ക് ശയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാരാണ്? അത് ആ വിഭുവാണ്. ആര്? ബ്രഹ്മാവാണ്. സൃഷ്ടികർത്താവായിട്ട് പറയപ്പെടുന്ന ബ്രഹ്മദേവനും ഈ കൽപ്പാന്ത്യത്തിൽ ഉറങ്ങുന്ന, നിദ്രയിലേക്ക് പോകുന്ന ആ ഭഗവാന്റെ, മഹാവിഷ്ണു ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൽ തന്നെ ലയിച്ച് അദ്ദേഹത്തോടൊപ്പം സുഷുപ്തിയിലേക്ക് ആണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവനായ ആ ബ്രഹ്മാവിൻ്റെ അനുപ്രാണം, അദ്ദേഹത്തിൻ്റെ പ്രാണനോട് കൂടിയിട്ട് അന്തഹ അഹം വിവിശേ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഞാനും പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ ഈ ബ്രഹ്മാവ് പ്രളയകാലത്ത് എന്ത് ചെയ്യുന്നു? ഈ ജീവജാലങ്ങളെയൊക്കെ, എല്ലാ ജീവാത്മാക്കളെയും തന്നിലേക്ക് വലിച്ചെടുത്ത് തന്നെയും ആ ഭഗവാനിലേക്ക്, വിഷ്ണു ഭഗവാനിലേക്ക് ലയിപ്പിച്ച് അവിടെ അദ്ദേഹത്തോടൊപ്പം അങ്ങനെ ശയനം ചെയ്യുന്നു, നിദ്രയിലാണ്ട് കിടക്കുന്നു. വീണ്ടും ഒരു കൽപ്പം വരുന്ന സമയം, ഒരു കൽപ്പകാലം അങ്ങനെ നിദ്രയിലാണ്ട് അന്ധകാരത്തിലായിരിക്കും, പ്രളയാവസ്ഥയിലായിരിക്കും. ഒരു കൽപ്പകാലം കഴിയുമ്പോൾ വീണ്ടും ഭഗവാന്റെ ആ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവ് വീണ്ടും ഉണർന്നെഴുന്നേറ്റ് പുനഃസൃഷ്ടി നടത്തുകയാണ് എന്നർത്ഥം. അങ്ങനെ ആ ബ്രഹ്മാവിലേക്ക് ഞാൻ ലയിച്ചു എന്ന് പറയുന്നു. ബ്രഹ്മാവ് വിഷ്ണുവിൽ ലയിച്ചു. ഇതാണ് ആ സംഹാരത്തിൻ്റെ, പ്രളയത്തിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. ഈ ക്രമം പല രീതിയിൽ ഭാഗവതത്തിൽ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ചെല്ലാം. ഏതായാലും ഈ ബ്രഹ്മാവ് ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ, മറ്റ് പ്രമാണങ്ങളുണ്ടോ എന്നാണെങ്കിൽ ശ്രീധരാചാര്യ സ്വാമികൾ കൂർമ്മപുരാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു. തതോപതീര്യ വിശ്വാത്മാ ദേഹമാവിശ്യ ചക്രിണ അവാപ വൈഷ്ണവീം നിദ്രാം ഏകീഭൂയാഥ വിഷ്ണുന. കൂർമ്മപുരാണത്തിലെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീധരാചാര്യ സ്വാമികൾ പറയുകയാണ്, തഥ അപ്പോൾ വിശ്വാത്മാവായിരിക്കുന്ന ബ്രഹ്മാവ് എന്ത് ചെയ്തു? അവതീര്യ ഇറങ്ങി ചെന്നു. എങ്ങോട്ട്? ദേഹമാവിശ്യ ചക്രിണ, ചക്രധാരിയായ വിഷ്ണുവിൻ്റെ ദേഹത്തിലേക്ക് ആവേശിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്ന് വൈഷ്ണവീം നിദ്രാം അവാപ, വൈഷ്ണവീ നിദ്രയെ പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചു? വിഷ്ണുന ഏകീഭൂയ, വിഷ്ണുവുമായിട്ട് ഏകാത്മത്വം പ്രാപിച്ചു, വിഷ്ണുവുമായിട്ട് ഏകീഭൂതനായി തീർന്നുകൊണ്ട് ആ ബ്രഹ്മാവ് വിഷ്ണുവിനോടൊപ്പം അങ്ങനെ നിദ്രയെ പ്രാപിച്ചു എന്ന് പൂർവ്വപുരാണത്തിലും മറ്റും പറയുന്നു. അങ്ങനെ എല്ലാം നിദ്രയിലാണ്ട് പോയി, എല്ലാം ഇരുട്ടിലാണ്ട് പോവുകയാണ്, പ്രളയാവസ്ഥയിലേക്ക് ലയിച്ചു ചേർന്നു. പിന്നീട് എന്തുണ്ടായി? പിന്നീട് സാധാരണ ഒരു സൃഷ്ടി നടക്കുന്നു വീണ്ടും. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സഹസ്രയുഗപര്യന്ത ഉത്ഥായേദം ശുശ്രൂക്ഷത മരീചിമുഖ്യാ ഋഷയ പ്രാണേഭ്യോഹം ചജജ്ഞിരേ. മരീചിമിശ്രാഹ എന്നും പാഠമുണ്ട്. മരീചിമിശ്രാഹ എന്ന വാക്യത്തിനും പദത്തിനും മരീചിമുഖ്യ എന്ന് തന്നെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. സഹസ്രയുഗപര്യന്ത ഉത്ഥായേദം ശുശ്രൂക്ഷത മരീചിമിശ്രാ ഋഷയ പ്രാണേഭ്യോഹം ജജ്ഞിരേ. സഹസ്രയുഗപര്യന്തം ഉത്ഥായ, സഹസ്രയുഗപര്യന്തേ ഉത്ഥായ ഇദം ശുശ്രൂക്ഷത പ്രാണേഭ്യഃ മരീചിമിശ്രാः ഋഷയः അഹം ച ജജ്ഞിരേ. സഹസ്രയുഗപര്യന്തേ, ആ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് സഹസ്രയുഗപര്യന്തം എന്ന് പറയുന്നത്. അതായത് 1000 യുഗങ്ങൾ എന്ന് വെച്ചാൽ 1000 ചതുർയുഗങ്ങൾ എന്നർത്ഥം. അതായത് ഒരു 14 മന്വന്തരക്കാലം ചേർന്നതാണ് ഒരു കൽപ്പം. അത് എത്ര ചതുർയുഗങ്ങളാണ്? 1000 ചതുർയുഗങ്ങളാണ്. അത് കൃത്യമല്ല. കാരണം 14 മന്വന്തരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു മന്വന്തരത്തിൽ 71 ആണ് ചതുർയുഗങ്ങളുടെ എണ്ണം എന്ന് സാധാരണ പറയാറുണ്ട്. എങ്കിലും അത് കൃത്യമായി 71 അല്ല,
എന്നാൽ 72 എന്ന് ചോദിച്ചാൽ 72 ആകുമ്പോൾ 14 മന്വന്തരങ്ങൾ കഴിയുമ്പോൾ ചതുരയുഗങ്ങളുടെ എണ്ണം 1008 എന്ന സംഖ്യയാണ് പ്രാപിക്കുക. 1008 നല്ലൊരു ശുഭമായ സംഖ്യയാണ്. പക്ഷേ ഭാഗവതത്തിലും മറ്റും പറഞ്ഞിരിക്കുന്നത് സാധികാം ഹേകസപ്തതിം എന്നാണ്. അതായത് 71 കുറച്ച് അധികവും എന്നാണ്. അപ്പോൾ 71നും 72നും ഇടയിൽ കൃത്യമായിട്ട് നമുക്ക് 1000 ചതുർയുഗം എന്ന എണ്ണത്തെ 14 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 71.426 എന്നൊക്കെയുള്ള സംഖ്യയാണ് കിട്ടുക. അതായത് 71.5 വരും എന്നർത്ഥം. അപ്പം കൃത്യമായിട്ടൊരു കലിയുഗത്തോട് കൂടിയിട്ടല്ല മന്വന്തരം അവസാനിക്കുക, അതിനു മുമ്പേ തന്നെ ഒരു ഫ്രാക്ഷൻ വരുന്നുണ്ട് എന്നർത്ഥം. ഏതായാലും ഏകദേശം പറഞ്ഞാൽ 14 മന്വന്തരങ്ങൾ അടങ്ങുന്ന ഒരു കൽപ്പകാലം എന്ന് പറയുന്നത് എത്ര 1000 ചതുർയുഗങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ഉത്ഥായ ഉറക്കമെഴുന്നേറ്റു. ആര്? മഹാവിഷ്ണു ഭഗവാൻ ഉറക്കമെഴുന്നേറ്റു. ആ വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവ് നാഭികമലത്തിൽ നിന്നും ഉയർന്നു വന്നു. അദ്ദേഹം ശുശ്രൂക്ഷത സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ടിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ പ്രാണനിൽ നിന്ന് പഞ്ചപ്രാണങ്ങളിൽ നിന്ന് ആരുണ്ടായി? മരീചി മിശ്രാഹ, മരീചി മുഖ്യാഹ. മരീചി, അത്രി, അംഗ്രസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, ദക്ഷൻ മുതലായിട്ടുള്ള നിരവധി മഹർഷിമാര് പ്രജാപതികൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അഹം ച യജ്ഞിരെ, ജ്ഞാനം ഉണ്ടായി അദ്ദേഹത്തിന് പ്രാണനിൽ നിന്ന്. ഈ ഋഷിമാരൊക്കെ പ്രജാപതികൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം ജനിച്ചു. അങ്ങനെ ഈ കൽപ്പത്തിൽ ഞാൻ ബ്രഹ്മാവിൻ്റെ മകനായിട്ട് അറിയപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും ഞാനും ഉൽപ്പന്നനായിരിക്കുന്നു. ആ സർഗം നടക്കുന്ന, സൃഷ്ടി നടക്കുന്ന ആ സന്ദർഭത്തിൽ ഋഷിമാരോടൊപ്പം ഞാനും ജനിച്ചു എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അങ്ങനെ ഒരു ജന്മത്തിൽ ദാസീപുത്രനായിരുന്ന ആ കുമാരൻ ഭഗവത് ഭജനം കൊണ്ട്, ഭഗവാനെ ധ്യാനിച്ചിട്ടുണ്ടായ പുണ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പാഞ്ചഭൗതികമായ പ്രാരബ്ധ ശരീരം വിട്ട് നാരദ മഹർഷിയുടെ ആ ദിവ്യ ശരീരം, അനശ്വരമായ ശാശ്വതമായ നിത്യമായ ശരീരത്തെ, പുണ്യമായ ശരീരത്തെ, ദൈവികമായ ശരീരത്തെ നേടി ഒരു പുനർജന്മം അദ്ദേഹത്തിന് അങ്ങനെ ലഭിച്ചു എന്നാണ്. എന്തായിരുന്നു ആ ജന്മത്തിലെ പ്രത്യേകത എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പര്യേമ്യസ്കന്ദിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോരവിഘാതഗതി കുചിൽ. അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പര്യേമ്യസ്കന്ദിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോരവിഘാതഗതി കുചിൽ. മഹാവിഷ്ണോഹോ അനുഗ്രഹാത് ക്വചിത് അവിഘാതഗതി അസ്കന്ദിതവ്രത സ്ത്രീൻ ലോകാൻ അന്തഃ ബഹിഃ ച പര്യേമി. മഹാവിഷ്ണോഹോ അനുഗ്രഹാത്, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ത് സംഭവിച്ചു? ക്വചിത് അവിഘാതഗതി, എവിടെയും തടസ്സമില്ലാത്ത സഞ്ചാരപഥം ലഭിച്ചവൻ, എവിടെയും തടസ്സമില്ലാത്ത ആ സഞ്ചാരഗതിയോട് കൂടിയിട്ടുള്ള അസ്കന്ദിതവ്രത, തടസ്സമില്ലാത്ത മുടങ്ങാത്ത ബ്രഹ്മവ്രതത്തോട് കൂടിയവനായ ഞാൻ, ത്രീൻ ലോകാൻ 3 ലോകങ്ങളെയും അന്തഃ ബഹിഃ ച പര്യേമി, അകത്തും പുറത്തും ഈ ബ്രഹ്മാണ്ഡമാകുന്ന 3 ലോകം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മുകളിലുള്ള 6 ലോകങ്ങളും, ഭൂമി അടക്കമുള്ള 7 ലോകങ്ങളും, ഭൂമിക്ക് താഴോട്ടുള്ളതായ അതലം, വിതലം, സുതലം മുതലായിട്ടുള്ള 7 ലോകങ്ങളും, അങ്ങനെ 14 ലോകങ്ങളും ചേർന്നതാണ് വാസ്തവത്തിൽ ത്രിലോകം എന്ന് പറയുന്നത്. ത്രിലോകം, 3 ലോകം എന്ന് പറഞ്ഞാൽ 3 എണ്ണമല്ല, ഊർധ്വലോകങ്ങളും അധോലോകങ്ങളും ഭൂമിയും, അങ്ങനെയുള്ള 3 ലോകങ്ങളാണ്. അപ്പോൾ 3 ലോകം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എടുക്കണം? 14 ലോകങ്ങളും എന്ന് അർത്ഥം എടുക്കണം. ആ 14 ലോകങ്ങളിലും അകത്തും പുറത്തും സഞ്ചരിക്കാൻ എങ്ങനെ? വ്രതം മുടങ്ങാതെ, എൻ്റെ വ്രതങ്ങളും എൻ്റെ ഭക്തി, എൻ്റെ ആചാരങ്ങളും എൻ്റെ ചടങ്ങുകളൊന്നും തടസ്സപ്പെടാതെ തന്നെ, എവിടെയും തടസ്സമില്ലാതെ, സഞ്ചാരത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ ഞാൻ ഈ 3 ലോകത്തിനകത്തും പുറത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മഹാവിഷ്ണോഹോ അനുഗ്രഹാത്, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ സാധിക്കില്ലേ എന്നാണെങ്കിൽ ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നു, അങ്ങനെ സാധിക്കില്ല. യേ കർമ്മിണഃ തേ ബഹിർനയാന്തി, യേ തപ ആദഭിഃ ബ്രഹ്മലോകം ഗതാഃ തേ അന്തർനയാന്തി. അതാണ്, ആരാണോ കർമ്മങ്ങൾ ചെയ്യുന്നത്, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്,
അവർക്ക് ഈ ബ്രഹ്മാണ്ഡ ലോകത്തിൻ്റെ വെളിയിൽ പോകാൻ സാധിക്കില്ല. അവർ സ്വർഗത്തിൽ, പിന്നെ അതുപോലെ ഇന്ദ്രലോകം, ചന്ദ്രലോകം, വായുലോകം, വരുണലോകം, യമലോകം, നരകം, വീണ്ടും ഭൂമി, വീണ്ടും ഈ പുണ്യലോകങ്ങൾ, നരകം, ഇവിടെയൊക്കെ തന്നെ ചുറ്റി സഞ്ചരിച്ച് ഗതാഗതം കാമകാമാലഭന്തേ, അവർക്ക് ഈ പോക്ക് വരവ് അല്ലാതെ ഈ ബ്രഹ്മാണ്ഡത്തിന് വെളിയിലുള്ള വൈകുണ്ഠ ലോകത്തിലേക്കും മറ്റും പോകാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഏ കർമ്മിണഃ തേ ബഹിഹി നയാന്തി, ഏ തപ ആദിഭിഹി ബ്രഹ്മലോകം ഗതാഹ, ആരാണോ തപസ് മുതലായിട്ടുള്ള കർമ്മങ്ങളിലൂടെ ബ്രഹ്മലോകത്തിലേക്ക് പോയിരിക്കുന്നത് അവർക്ക് തേ അന്തഃ നയാന്തി, അവർക്ക് ഈ ബ്രഹ്മാണ്ഡത്തിനകത്തേക്ക് തിരിച്ചു വരണം. ഞാൻ മുമ്പ് ജനിച്ച രാജ്യത്തേക്ക്, ഞാൻ മുമ്പ് ജനിച്ച ഗൃഹത്തിലേക്ക് വീണ്ടും വന്ന് ജനിക്കണം, സാധിക്കില്ല. അവർ ബ്രഹ്മലോകത്ത് തന്നെ പരമമായ ആനന്ദത്തിലിരിക്കുകയാണ് ചെയ്യുക എന്നർത്ഥം. അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകില്ല, അത് വേറെ കാര്യം. പക്ഷെ അവർക്കൊന്നും ഈ ബ്രഹ്മാണ്ഡത്തിനകത്തും പുറത്തും യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അഹം തു മഹാവിഷ്ണോരനുഗ്രഹാത് അഖണ്ഡിത ബ്രഹ്മചര്യവ്രത സൻ അന്തർബഹിശ്ച പര്യേമി പര്യടാമി എന്നാണ് ശ്രീധരാചാര്യർ പറയുന്നത്. ഞാനാകട്ടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അഖണ്ഡിതമായ ബ്രഹ്മചര്യവ്രതത്തോടു കൂടിയവനായിട്ട് അകത്തും പുറത്തും സഞ്ചരിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം നേടിയവനായിട്ടിരിക്കുന്നു എന്നാണ്. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നാരദന് ഉണ്ടായി തീർന്ന അനുഗ്രഹ വിശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ സൗഭാഗ്യം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് അദ്ദേഹം ഈ ഭൂമിയിൽ ചെയ്തത് എന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാം.